നമസ്കാരം. ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് പറയാം. നമസ്കാരം. റെഡി റെഡി അങ്ങനെയല്ല. നമസ്കാരം. ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എന്ന് പറയൂ. സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മെയിനായിട്ടും ഞാൻ ഇന്ന് നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് പോണേക്കാൾ മുൻപ് നമ്മൾ പെട്ടി ഒതുക്കി കൊണ്ടുപോകുമല്ലോ. അപ്പോൾ അത് ഒതുക്കാനായിട്ട് പണ്ടത്തെ സൂൻ്റെ ബേബിയുടെയാണത്. ബേബിയുടെ തൊപ്പിയാണെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് നമ്മൾ അതിനേക്കാൾ മുൻപ് പെട്ടി ഒതുക്കുമല്ലോ. അപ്പോൾ പെട്ടി ഒതുക്കാനായിട്ട് ഞാൻ യേശുവിൻ്റെ പണ്ടത്തെ ഡ്രസ്സുകളൊക്കെ എടുത്ത് വാഷ് ചെയ്തൊക്കെ ഇടാം എന്ന് വിചാരിച്ച് എടുത്തപ്പോഴാണ് എനിക്ക് ഈ വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ യേശു ഇവിടെയാണ് ജനിച്ചത്. ഇതാ കാണുന്ന അവിടുത്തെ ഒരു ഹോസ്പിറ്റലാണ് ജനിച്ചത്. ഞാൻ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലാണ് കേട്ടോ അവൾ ജനിച്ചത്. നമ്മുടെ തൊട്ടടുത്താണ്, അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ അവളുടെ ആ ടൈമിലുണ്ടായിരുന്ന ഡ്രസ്സുകളൊക്കെ നമ്മൾ അപ്പോൾ ഒരു ഇത്ര മാസം ആകുമ്പോഴേക്കും ഇവർ നല്ല വ്യത്യാസം വരുമല്ലോ. അപ്പോൾ നമ്മൾ ആ ടൈമിലൊക്കെ അത്രയും കുറച്ചേ അത് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നല്ല ക്ലീനായിട്ട് ഇപ്പോഴും പുത്തൻ ഡ്രസ്സായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നും കൂടി കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു, നമ്മുടെ അടുത്ത ആൾക്ക് കൊടുക്കാനായിട്ട്. അല്ലേ സോ ബേബിക്ക് ഡ്രസ്സ് കൊടുക്കുമോ? എങ്ങനെ വേണം? കുറേ നാളായി. ഇപ്പോൾ യേശുവിന് 4 വയസ്സാവാറായിട്ടാ. 2020 പെട്ടിയിലാക്കി എടുത്ത് വെച്ചതാണ് ഈ സംഭവങ്ങളൊക്കെ. ഇതൊക്കെ ന്യൂ ബോൺ ബേബീസിൻ്റെ ആണ് കേട്ടോ. ഒരു 50 ആ ഒരു സൈസാണിത് കണ്ട. മിക്കി മൗസ് ഇത് യേശുവിൻ്റെ ഡ്രസ്സായിരുന്നു കണ്ട. ഇപ്പൊ ടു സ്മോൾ ആയി. ബേബിക്ക് കൊടുക്കാം നമുക്ക്. അപ്പൊ യേശു റെഡിയായി. ഇതൊക്കെ ബേബിക്ക് ആണെന്നാണ് അവള് പറയുന്നത്. ഇതൊക്കെ യേശുവിൻ്റെ ആയിരുന്നു. യേശു ബേബി ആയിരുന്നു. ഇപ്പൊ യേശു ഇട്ട് നടന്നതായിരുന്നു ഈ ഡ്രസ്സൊക്കെ. അത് കൈമിടുന്ന സോക്സ്. അതിങ്ങനെ ബേബിയുടെ കൈമിടുന്ന സോക്സാ. ഇതൊന്നും പാകാവണ്ട. അത് പാൻറ് യേശുവിൻ്റെ ആയിരുന്നു. പക്ഷെ യേശുവിന് പാകാവില്ല. നടന്ന തന്നെ. അപ്പോൾ ഈ സഞ്ചി നിറച്ച് പിന്നെ ഒരു സെറ്റ് ഞാൻ ഓൾറെഡി കഴുകി എടുത്ത് വെച്ചായിരുന്നു. ഇവിടെ ഇപ്പോൾ സമ്മർ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഭയങ്കര ശോകം കാലാവസ്ഥയാണ്. എപ്പോഴും മഴ, ഇപ്പോഴും തണുപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ ഒരു ദിവസം നല്ല വെയിലുള്ള ദിവസം ഇപ്പൊ നോക്കിയിരിക്കണം. അപ്പൊ വെയിലുള്ള ദിവസം വന്നപ്പോൾ ഒരു സെറ്റ് ഞാൻ കഴുകിയെടുത്ത് വെച്ചു കേട്ടാ. ഇനി രണ്ടാമത്തെ സെറ്റാണ് ഇത്. ഇത് ഇവരെ തുടയ്ക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു തുണിയാണ്. ഇത് നമുക്ക് ഇവിടെ ഉള്ള എല്ലാ സ്റ്റോറിലും നാട്ടിലും കിട്ടും തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലൊക്കെ തപ്പി നോക്കിയിട്ട് ഇല്ലാത്ത സാധനങ്ങൾ വേണം എനിക്ക് ഷോപ്പിങ്ങിന് ഇനി പോവാനായിട്ട്. സ്നോമാൻ എന്നിട്ട് വേണം ബാഗ് ഒതുക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഇത് തപ്പാനെടുത്തപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം കുറച്ച് പേരൊക്കെ എന്നോട് I love you too. അപ്പോൾ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസിൽ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചായിരുന്നു അതിൻ്റെ ഇൻഫോർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്യാനായിട്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജർമ്മനിയിൽ പ്രഗ്നൻ്റ് ആയിട്ട് ഇനി വരാൻ നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് മാസത്തിൽ ഇപ്പോൾ 4-ാം മാസം കഴിഞ്ഞു അല്ലെങ്കിൽ 5-ാം മാസം കഴിഞ്ഞിട്ടോ ജർമ്മനിയിലോട്ട് വരുന്നവരാണ്, അല്ലെങ്കിൽ ഇവിടെ എത്തിയിട്ട് പോസിറ്റീവ് ആണ് എന്നറിയുന്നവരൊക്കെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനെ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കുക. ഇവിടെ മിക്കതും ഇവരുടെ ക്ലിനിക്കിലാണ് നമ്മൾ ചെല്ലുന്നത്. നമ്മുടെ ഡ്യൂ ഡേറ്റ് വരെ ക്ലിനിക്കിലോട്ടാണ് നമ്മൾ ചെല്ലേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലോട്ട്, ആക്ച്വലി നമ്മൾ ഹോസ്പിറ്റലിലോട്ട് ഡെലിവറിക്ക് മാത്രമാണ് പോകുന്നത്.
പിന്നെ ചില ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റ് ഇരിക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, എനിക്ക് അറിഞ്ഞൂടാ. അതിപ്പോൾ ഓരോ സ്ഥലത്ത് അനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഗൈനക്കോളജിസ്റ്റുമാരെ സെർച്ച് ചെയ്യുക. എന്നിട്ട് അതിൽ നല്ല റിവ്യൂ ഒക്കെ നോക്കി അവരെ ഫോൺ വിളിച്ച് ഞാനിങ്ങനെ പോസിറ്റീവാണെന്നൊക്കെ പറഞ്ഞ് അവർക്ക് നമുക്ക് അവരെ അപ്പോയിൻമെൻറ്റ് തരും. അപ്പോയിൻമെൻറ്റിന് അന്ന് അങ്ങോട്ട് ചെല്ലാം. പിന്നെ അവർ ബാക്കിയുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യും. പോസിറ്റീവാണോ സ്കാനും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ അതിനോട് തുടർച്ചയായിട്ടുള്ള അപ്പോയിൻമെൻറ്റുകളൊക്കെ പിന്നെ അവർ നമുക്ക് തരും. ഡോക്ടറായിരിക്കും നമുക്ക് തരുന്നത്. ഇനി അപ്പോയിൻമെൻറ്റ് കിട്ടി നമ്മൾ ഡോക്ടറിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ട സാധനം നമ്മുടെ ഇൻഷുറൻസ് കാർഡാണ്. ഇൻഷുറൻസ് കാർഡിൽ നിന്നായിരിക്കും അവർ പേയ്മെൻറ്റൊക്കെ എടുക്കുന്നത്. നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ നമുക്ക് എക്സ്ട്രാ കുറച്ച് ടെസ്റ്റുകളൊക്കെ സജസ്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ അത് ഇൻഷുറൻസ് കവർ ചെയ്യില്ല. അപ്പോൾ നമ്മളതിന് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. അതല്ലാത്തതൊക്കെ ഇൻഷുറൻസിൽ നമ്മുടെ കവർ ആവുന്നതാണ്. പിന്നെ അത് പാകാവുന്നുണ്ടോ? ടൈറ്റാണോ? ശരിയാ, പാകാവണില്ല. യേശു വലുതായി. Das ist wirklich so schwer. Das എനിക്ക് വേദന എടുത്തു. Nee, ich war das gar nicht. എനിക്ക് വേദന എടുത്തു. Nee, ich war das gar nicht. അപ്പൊ 3 ട്രൈമസ്റ്ററിലായിട്ടും എനിക്കിപ്പോൾ ഡോക്ടർ അഡീഷണൽ കുറച്ച് ടെസ്റ്റുകൾ പറഞ്ഞായിരുന്നു. അപ്പൊ അതിനൊക്കെ നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്തായിരുന്നു. പിന്നെ ബ്ലഡ് ടെസ്റ്റുകൾക്കായാലും നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഇൻഷുറൻസ് കാർഡും അതേപോലെ മുട്ടർ പാസ്, അതായത് നമുക്കിവിടെ ഒരു ബുക്കിലാണ് ഇവരെല്ലാ കാര്യങ്ങളും നമ്മുടെ ചെയ്തു തരുന്നത്. അതായത് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ അപ്പോയിൻമെൻറ്റിനും ചെല്ലുമ്പോഴും നമ്മുടെ ബ്ലഡ് എല്ലാ അപ്പോയിൻമെൻറ്റിനും ഉണ്ടായിരിക്കില്ല. പക്ഷെ BP, പിന്നെ ഇപ്പോൾ ഞാൻ പോകുന്ന ക്ലിനിക്കിൽ എൻ്റെ യൂറിനൊക്കെ അവർ ഇന്നും ടെസ്റ്റ് ചെയ്യും. പിന്നെ BP നോക്കും, വെയിറ്റ് നോക്കും. പിന്നെ അപ്പോൾ സ്കാൻ ചെയ്യുമ്പോഴൊക്കെ വരുന്ന എല്ലാ റിസൾട്ടും അവർ ഈ ഒരു ബുക്കിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബുക്കാണ് നമുക്ക് മെയിനായിട്ടുള്ളൊരു സംഭവം. എനിക്ക് തോന്നുന്ന നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ഒരു ഫയൽ ഉണ്ടായിരിക്കും. ആ ഫയൽ നമ്മുടെ ചെയ്യുന്ന സ്കാനുകളുടെയും എല്ലാത്തിൻ്റെയും വെക്കും എന്നാണ് തോന്നുന്നുണ്ട്, പേപ്പറുകളൊക്കെ. സ്കാനിൻ്റെ റിസൾട്ടൊക്കെ. ഇത് ഹാൻഡ്, ഇത് ലെഗ്. പക്ഷേ ഇവിടെ ഈ ഒരു ബുക്ക് മാത്രമാണ് നമുക്ക് ഉണ്ടായിരിക്കുള്ളൂ. മുട്ടർ പാസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അപ്പോയിൻമെൻറ്റിന് ചെല്ലുമ്പോൾ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റിന് ചെല്ലുമ്പോൾ ഡോക്ടർ നമുക്ക് ആ ഒരു ബുക്ക് തരും. അതിനുശേഷമുള്ള അപ്പോയിൻമെൻറ്റുകൾക്ക് നമ്മൾ ഈ മുട്ടർ പാസും പിന്നെ ഇൻഷുറൻസ് കാർഡുമാണ് കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഒരു 4-ാം മാസമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ ഹെബാമെ, അതായത് മിഡ് വൈഫ് നേഴ്സിനെ നമുക്ക് ഇവിടെ വിളിക്കണമെങ്കിൽ വിളിക്കാം. നിർബന്ധം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നിർബന്ധമൊന്നും ഇല്ലയെന്നാണ് തോന്നുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാം. അപ്പോൾ ആ ഒരു നേഴ്സിന്ന് നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ട് നമുക്ക് അവരും ഇതേപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും കുറേ ലിസ്റ്റ് തരും. ആ ലിസ്റ്റിൽ നമുക്ക് വിളിക്കാം. എന്നിട്ട് നമ്മുടെ ഡ്യൂ ഡേറ്റ് ഇന്നാണെന്നൊക്കെ പറഞ്ഞ് അവർ വരാൻ സമ്മതമാണ്, അവർക്ക് സമയമുണ്ടെങ്കിൽ അവർ ഓക്കെ പറയും. അപ്പോൾ അവരും നമുക്ക് അപ്പോയിൻമെൻറ്റ് തരും. എന്നിട്ട് ആ നേഴ്സ് നമ്മുടെ വീട്ടിലോട്ട് വരും. ഈ ഹെബാമെ അല്ലെങ്കിൽ മിഡ് വൈഫ് നേഴ്സ് നമ്മുടെ വീട്ടിലോട്ട് വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് വേണ്ട ഇൻഫോർമേഷൻസ് തരും. അതായത് ബ്രസ്റ്റ് ഫീഡിങ് എങ്ങനെ ചെയ്യാം, പിന്നെ നമുക്ക് എക്സസൈസുകൾ എങ്ങനെ ചെയ്യാം, അതേപോലെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ അതിന് ശേഷമുള്ള എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻസും അവർ നമുക്ക് തരും. നമുക്ക് എന്ത് വേണമെങ്കിലും അവരോട് ഡൗട്ടുകൾ ചോദിക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ അവരെന്നെ വിളിക്കാം, നമ്മുടെ സംശയങ്ങളൊക്കെ ചോദിക്കാം. അങ്ങനെയാണ് അവർ. അപ്പോൾ 4-ാം മാസമൊക്കെ ആകുമ്പോഴേക്കും അവരെന്നെ അന്വേഷിച്ച് തുടങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം അവരെ കിട്ടാൻ ഇത്തിരി പാടാണെന്നാണ് കേട്ടിരിക്കുന്നത്. പൊതുവേ അവരിങ്ങനെ ബിസി ആയിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് വിളിക്കാൻ പറ്റണോ അത്രയും പെട്ടെന്ന് വിളിക്കുന്നതായിരിക്കും നല്ലത്. വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്ത് സെറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ തുടർച്ചയായിട്ടുള്ള അപ്പോയിൻമെൻറ്റുകൾ ഹെബാമ ആയിരിക്കും നമുക്ക് തരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഹെബാമ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് 4-ാം മാസത്തിൽ അങ്ങനെ വിളിച്ച് അവർ അപ്പോയിൻമെൻറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ അവർ ഒരു 7-ാം മാസമൊക്കെ ആകുമ്പോൾ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ തുടർച്ചയായിട്ട് വരുന്നത് നമ്മൾ ഡെലിവറി കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് എത്തുമല്ലോ, കൊച്ചുമായിട്ട് വീട്ടിലോട്ട് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡ് വൈഫ് നേഴ്സ് ഒരാഴ്ചത്തേക്കൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വീട്ടിലോട്ട് വരും. പിന്നെ അവർ അതിങ്ങനെ കുറച്ച് ആ ഒരു ഇത് കുറച്ച് പിന്നെ അവർ വരാണ്ടാവും. അതോടുകൂടി അവർ നിർത്തും. ഒരു സമയം കഴിയുമ്പോൾ അവർ പിന്നെ വരവ് നിർത്തും. അപ്പോൾ അത് എനിക്ക് സുവിൻ്റെ ടൈമിൽ
അവർ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഒരു ദിവസമൊക്കെ ഗ്യാപ്പ് വെച്ച് വന്നായിരുന്നു. എന്നിട്ട് നമ്മുടെ സ്റ്റിച്ചും പിന്നെ കുട്ടിയുടെ അംബ്ലിക്കൽ കോഡിൻ്റെ കാര്യങ്ങളും ഒക്കെ നോക്കും. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും അവരാണ് ചെയ്തു തരുന്നത്. ചെയ്തു തരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം പറഞ്ഞു തരും. ഇങ്ങനെയാണ് ചെയ്യുക, ഇങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ചെയ്തു തരും. ചിലർ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവരുണ്ട്, ചിലർ നമ്മളെ ഒരു അമ്മ എന്ന രീതിയിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അങ്ങനത്തെ ഒരു ഇതിലും ചെയ്യുന്നവരുണ്ട്. അതൊക്കെ വരുന്ന ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. അങ്ങനെയാണ് ഹെബാമയുടെ കാര്യം. ഹെബാമനെ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ നമുക്ക് തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വരണേ എന്നുള്ളത് പറഞ്ഞുതരും. അവർക്കും ഇൻഷുറൻസ് ആണ് അവരുടെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 34-ാമത്തെ അല്ലെങ്കിൽ 34 തൊട്ട് 36 ഈ ഒരു ആഴ്ചയ്ക്കുള്ളിൽ നമ്മൾ എവിടെയാണോ ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഹോസ്പിറ്റൽ നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് അവിടെ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. നമ്മൾ ആക്ച്വലി നമ്മൾ പ്രഗ്നൻസി പോസിറ്റീവാന്ന് അറിഞ്ഞത് തൊട്ട് നമ്മുടെ ഡ്യൂ ഡേറ്റ് വരെ നമ്മൾ ബുക്ക് ചെയ്തിരിക്കണ ക്ലിനിക്ക് ഉണ്ടല്ലോ, ആ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തായിരിക്കും നമ്മളെല്ലാ ചെക്കപ്പിനും പോകുന്നത്. ഡ്യൂ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും, അല്ലെങ്കിൽ ആ ഗൈനക്കോളജിസ്റ്റ് എന്ന് മുതലാണോ ഹോസ്പിറ്റലിലോട്ട് പോകാൻ പറയുന്നത് അന്ന് തൊട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് ചെക്കപ്പിന് പോകേണ്ടതുള്ളൂ. അപ്പോൾ 34 അല്ലെങ്കിൽ 36 ആ ഒരു വീക്സിനുള്ളിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബർത്ത് പ്രിപ്പറേഷൻ കോഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒന്നെങ്കിൽ ഹെബാമോട് അല്ലെങ്കിൽ ഡോക്ടറിനോട് പറയാം. അപ്പോൾ അവർ എവിടെയാണ് അതുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് തരും. നമുക്ക് എന്നിട്ട് അത് വേണമെങ്കിൽ പോയി അറ്റൻഡ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്യാൻ പോകേണ്ടത്. പിന്നെ ഇപ്പോൾ എൻ്റെ കേസിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ ഇപ്പോൾ എൻ്റെ ആദ്യത്തെ സിസേറിയൻ ആയിരുന്നു. ഇനിയിപ്പോൾ ആദ്യത്തെ സിസേറിയൻ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു 32-ാമത്തെ ആഴ്ചയായപ്പോഴേക്കും എന്നോട് ഡോക്ടർ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. പിന്നെ ഫസ്റ്റത്തെ സിസേറിയൻ ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലുള്ള ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം ഇനി എൻ്റെ മെഡിക്കൽ കണ്ടീഷനും പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവർ പ്ലാൻ ചെയ്യും നോർമൽ ആണോ അതോ സിസേറിയൻ വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൻ്റെ ഡോക്ടറിൻ്റെ അടുത്ത് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അപ്പോയിൻമെൻറ്റ് കഴിയുന്നതോട് കൂടിയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനമാവുക. ഇതിപ്പോൾ സെക്കൻഡ് കേസ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സെക്കൻഡ് പ്രഗ്നൻസിയിലായതുകൊണ്ടാണ് എനിക്കിങ്ങനെ മുന്നേ പോയി ഹോസ്പിറ്റലിലെ ഡോക്ടറിനെ കാണേണ്ട വന്നത്. അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എൻ്റെ ബാക്കിയുള്ളവർക്ക് എല്ലായിടത്തും ഇങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടാ. എന്നോട് ഇങ്ങനെയാണ് എൻ്റെ ഡോക്ടർ പറഞ്ഞത്. ഇവിടെ നോർമലി ഇങ്ങനെയാണ്. ഫസ്റ്റ് പ്രഗ്നൻസിക്കാണെന്നുണ്ടെങ്കിൽ 34-36 വീക്സിനുള്ളിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യും. അത് കഴിഞ്ഞ് ഡ്യൂ ഡേറ്റിൻ്റെ ടൈം ആകുമ്പോൾ ഇപ്പോൾ പെയിൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാം. എന്നിട്ട് അവർ ഡയലേഷൻ ഒന്നും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ തിരിച്ച് വീട്ടിലോട്ട് തന്നെ വിടും. ഡയലേറ്റ് ആയിട്ടല്ലെങ്കിൽ നല്ല പോലെ പെയിൻ വരുന്നുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി എന്നൊക്കെ പറയും. നമ്മുടെ നാട്ടിലെ പോലെ ഒരു ഡേറ്റ് തന്നിട്ട് ആ ഡേറ്റിൽ വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം എന്നിവർ പറയില്ല. സാധാരണ ഫസ്റ്റ് പ്രഗ്നൻസിക്കൊന്നും അങ്ങനെ പറയില്ല. പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇതിപ്പോൾ മൂന്നാമത്തേക്കാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ മുന്നേ ഒരു ഡേറ്റ് തന്നു വരാം. അതല്ല നമുക്കിപ്പോൾ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് ഇന്ന ഹോസ്പിറ്റലിൽ തന്നെ പോകാൻ പറയും. അതായത് ചിലപ്പോൾ അവർക്ക് നമ്മൾ തിരഞ്ഞെടുത്ത ഹോസ്പിറ്റലിൽ ഇന്ന ഫെസിലിറ്റീസ് ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ ഇവിടെ പറ്റില്ല, ഈ ഹോസ്പിറ്റലിൽ തന്നെ പോകണം എന്ന് ചിലപ്പോൾ പറഞ്ഞു വരാം. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ. ഇത് സുന് ഇത് നൈറ്റ് ഇടുന്ന ഡ്രസ്സാണ് കേട്ടോ. പക്ഷേ സുന് പറയല്ല, നിവർന്ന് നിൽക്കാൻ പറ്റണല്ലേ? നീ എഴുന്നേറ്റ ശരിക്കും നിന്നേ കണ്ട. ഇത്രയും വലുതായി യേസു. അയ്യോ ഇത് സുന് പാകല്ല. ഊരിക്കോ. അത് ബേബിക്കാണ്. ഊരിക്കോ. ഇതൊക്കെ നമുക്ക് വാഷ് ചെയ്യാനിടാം. ഇത് 1, ഇത് വാശിയല്ല 2, ഇത് 3, 4, ഇത് 5, ഇത് 6. ഇതെന്തത്?
ഇത് ഇത് സോക്സ് ആണ് കേട്ടോ. ഇത് യസുവിൻ്റെ സോക്സ് ആയിരുന്നു. ഇനി യസുവിൻ്റെ ബേബിക്കാണ് ഈ സോക്സ് പോകുന്നത്. തൊപ്പി, യസുവിൻ്റെ തൊപ്പി. യസുവിന് തരണില്ല. യസുവിൻ്റെ തൊപ്പി ആയിരുന്നു. അതിന് നമ്മൾ ബേബിക്ക് കൊടുക്കാണ്. ഇതൊക്കെ നമുക്കിനി കഴുകാനിടാം. യസു ഹെൽപ്പ് ചെയ്യോ മാമീനെ? അപ്പോൾ അത്യാവശ്യം കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ട്. ഇനി കുറച്ച് സാധനങ്ങൾ കൂടി നമുക്ക് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഇനി വഴിയെ നമുക്ക് ഇവിടുത്തെ ഹോസ്പിറ്റലിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ബാഗിൽ പാക്ക് ചെയ്യേണ്ടത്, പിന്നെ അങ്ങനത്തെ കുഞ്ഞു പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ പറയൂ. ബൈ ബൈ.